പ്രിയപ്പെട്ട കുട്ടികളെ, ഡെൽറ്റ ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് പേജ് നമ്പർ 160 ഹോമലോഗസ് സീരീസ്, അതായത് ആൽക്കെയിൻ, ആൽക്കീൻ, ആൽക്കൈൻസ്. ഇതിനെക്കുറിച്ചും ഇതിൻ്റെയൊക്കെ ജനറൽ ഫോമുലയൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഇനി എന്താണ് ഈ ഹോമലോഗസ് സീരീസ്? അനലൈസ് ദ മോളിക്കുലർ ഫോമുല C2H6 ആൻഡ് C3H8. ടു വിച്ച് കാറ്റഗറി ഡു ദേ ബിലോങ്? ഇവ ഏത് കാറ്റഗറിയിലാണ് പെടുന്നത്? അപ്പോൾ നമുക്ക് ജനറൽ ഫോമുല വെച്ചിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം. അതായത് കാർബണിൻ്റെ ഡബിൾ എടുത്തിട്ട് അതിനോട് 2 ആഡ് ചെയ്തിട്ടുണ്ടെങ്കിലാണ് എന്ത് ചെയ്യുന്നത്, ഹൈഡ്രജൻ്റെ എണ്ണം കിട്ടുന്നത്. ഇനി C3H8ൻ്റെ കേസിലും കാർബണിൻ്റെ ടോയ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 6ആണ്, 6നോട് 2 ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 8 കിട്ടും. അപ്പോൾ C3H8. അപ്പോൾ നമുക്കറിയാം ഇതേത് കാറ്റഗറിയാണ്, ആൽക്കൈൻ കാറ്റഗറിയിലാണ് വരുന്നത്. വാട്ട് ഈസ് ദ ജനറൽ ഫോമുല ഓഫ് ദിസ് കാറ്റഗറി? ഈ കാറ്റഗറിയുടെ ജനറൽ ഫോമുല ഏതാണ്? CnH2n+2. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ C2H6 ആൻഡ് C3H8 ഇൻ ദി നമ്പർ ഓഫ് കാർബൺ ആൻഡ് ഹൈഡ്രജൻ ആറ്റം? ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്, ടേബിൾ 8.5. ഇവിടെ കോമ്പൗണ്ട്സ് കൊടുത്തത് C3H8ഉം C2H6ഉം ആണ്. ദെൻ അതിലെ നമ്പർ ഓഫ് കാർബൺ ആറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ C3H8ൽ 3 ആണ്, C2H6ൽ 2 ആണ്. ദെൻ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം C3H8ൽ 8 ആണ്, C2H6ൽ 6 ഹൈഡ്രജൻ ആറ്റം. ദെൻ ഡിഫറൻസ് ഇൻ ദ നമ്പർ ഓഫ് കാർബൺ ആൻഡ് ഹൈഡ്രജൻ ആറ്റംസ്, അതായത് ഡിഫറൻസ് ഇൻ ദ നമ്പർ ഓഫ് കാർബൺ ആറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 ആണ്. അതായത് C3H8ൽ 3 കാർബൺ ആണ്, C2H6ൽ 2 കാർബൺ ആണ്. അപ്പോൾ അവ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ കാർബൺ ആറ്റങ്ങൾ തമ്മിലുള്ള ഡിഫറൻസ് 1 ആണ്. ദെൻ ഡിഫറൻസ് ഇൻ ദ ഹൈഡ്രജൻ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 8ഉം 6ഉം തമ്മിലുള്ള ഡിഫറൻസ് 2 ആണ്. Have you understood that the difference in the number of carbon and hydrogen in these is CH2? അപ്പോൾ അതായത് ഇവ തമ്മിലുള്ള കാർബണിൻ്റെയും ഹൈഡ്രജൻ്റെയും എണ്ണത്തിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ CH2 ആണ്. അതായത് ഒരു കാർബണിൻ്റെയും 2 ഹൈഡ്രജൻ്റെയും വ്യത്യാസം, അതിനാണ് CH2ൻ്റെ വ്യത്യാസം എന്ന് പറയാം. Do C4H10 and C5H12 which belong to this category have the same difference? അതായത് ഇതേ കാറ്റഗറിയിൽ വരുന്ന ആൽക്കീനിൽ വരുന്ന 2 കോമ്പൗണ്ട്സാണ് C4H10ഉം C5H12ഉം. ഇവ തമ്മിലും ഇതേ ഡിഫറൻസ് തന്നെയാണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് നമുക്കറിയാം C4H10ഉം C5H12ഉം തമ്മിൽ കാർബൺ ആറ്റത്തിൻ്റെ എണ്ണത്തിൽ ഒരു കാർബൺ ആറ്റത്തിൻ്റെ ഡിഫറൻസ് ആണുള്ളത്. ദെൻ ഹൈഡ്രജൻ്റെ കേസിലാണെങ്കിൽ H10ഉം H12ഉം ആണ്, 2 ഹൈഡ്രജൻ്റെ ഡിഫറൻസാണ്. അപ്പോൾ ടോട്ടൽ നമുക്ക് പറയാം CH2ൻ്റെ വ്യത്യാസമുണ്ട്. സിമിലർലി എക്സാമിൻ ദ ഡിഫറൻസ് ഇൻ ദ നമ്പർ ഓഫ് കാർബൺ ആൻഡ് ഹൈഡ്രജൻ ആറ്റം ബിറ്റ്വീൻ എനി 2 സക്സസീവ് ആൽക്കീൻ കോമ്പൗണ്ട്സ് ആൻഡ് ദ ഡിഫറൻസ് ഇൻ ദ നമ്പർ ഓഫ് കാർബൺ ആൻഡ് ഹൈഡ്രജൻ ആറ്റം ബിറ്റ്വീൻ എനി 2 സക്സസീവ് ആൽക്കൈൻ കോമ്പൗണ്ട്സ്. നമ്മളിപ്പോൾ ഇവിടെ കൺസിഡർ ചെയ്ത് 2 ആൽക്കൈൻ കോമ്പൗണ്ട്സിൻ്റെ ആണ്, അതായത് സക്സസീവായിട്ട് അടുത്തടുത്ത് വരുന്ന 2 കാർബൺ കോമ്പൗണ്ട്സ്, 2 ആൽക്കൈൻ കോമ്പൗണ്ട്സിൻ്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ CH2ൻ്റെ വ്യത്യാസം ഉണ്ടാവും. അതേപോലെ ആൽക്കീനും ആൽക്കൈനും ചെക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ആൽക്കീൻ എക്സാമ്പിളായിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത് C3H6 ആണ്, H6ഉം ദെൻ C4H8ഉം. നമുക്കറിയാം അവ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ കാർബൺ ആറ്റത്തിൻ്റെ എണ്ണത്തിൽ ഒരു കാർബൺ ആറ്റത്തിൻ്റെ ഡിഫറൻസ് ആണുള്ളത്. ഹൈഡ്രജൻ്റെ എണ്ണത്തിലാണെങ്കിൽ H6ഉം H8ഉം ആണ് വരുന്നത്, അപ്പോൾ 2 ഹൈഡ്രജൻ്റെ ഡിഫറൻസ്. ദെൻ വാട്ട് ഈസ് ദ ഡിഫറൻസ് ഇൻ ദ നമ്പർ ഓഫ് കാർബൺ ആൻഡ് ഹൈഡ്രജൻ ആറ്റം ഇൻ ദീസ് ആൽക്കീൻസ്? അപ്പോൾ നമുക്ക് പറയാം CH2ൻ്റെ വ്യത്യാസം ഒരു കാർബണിൻ്റെയും 2 ഹൈഡ്രജൻ ആറ്റത്തിൻ്റെയും ഡിഫറൻസ് ആണ് ഈ ആൽക്കീൻസിൽ 2 സക്സസീവായിട്ട് അടുത്തടുത്തുള്ള 2 കോമ്പൗണ്ട്സ് തമ്മിൽ. ദ ജനറൽ ഫോമുല ഓഫ് ആൽക്കീൻ ഈസ് CnH2n. ദെൻ ആൽക്കൈൻ്റെ 2 എക്സാമ്പിൾ കൊടുത്തിട്ടുള്ളത് C2H2ഉം C3H4ഉം ആണ്. അവയും ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം കാർബൺ ആറ്റങ്ങൾ തമ്മിൽ ഒരു കാർബൺ ആറ്റത്തിൻ്റെ ഡിഫറൻസും ഹൈഡ്രജൻ ആറ്റങ്ങൾ തമ്മിൽ 2 ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഡിഫറൻസും ആണുള്ളത്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ഇൻ ദ നമ്പർ ഓഫ് കാർബൺ ആൻഡ് ഹൈഡ്രജൻ ആറ്റം ഇൻ ദീസ് ആൽക്കൈൻ? ഈ ആൽക്കൈൻസിൽ കാർബണിൻ്റെയും ഹൈഡ്രജൻ്റെ ആറ്റങ്ങൾ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ CH2ൻ്റെ വ്യത്യാസം ഒരു കാർബൺ ആറ്റത്തിൻ്റെയും 2 ഹൈഡ്രജൻ ആറ്റത്തിൻ്റെയും ഡിഫറൻസ് ആയിരിക്കും. So, the general formula of alkyne CnH2n-2. A series of such compounds is called homologous series. ഇതേപോലെയുള്ള കോമ്പൗണ്ട്സിൻ്റെ സീരീസിനാണ് ഹോമലോഗസ് സീരീസ് എന്ന് പറയുന്നത്. ഇനി ഹോമലോഗസ് സീരീസിൻ്റെ ഒരു ഡെഫിനിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എ ഹോമലോഗസ് സീരീസ് ഈസ് എ സീരീസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് that can be represented by a general formula and have a difference of CH2 group between 2 successive members. അതായത് ഹോമലോഗസ് സീരീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർഗാനിക് കോമ്പൗണ്ട്സിൻ്റെ ഒരു സീരീസാണ്. ഇവയെ നമുക്ക് ഒരു ജനറൽ ഫോമുല യൂസ് ചെയ്തിട്ട് റെപ്രസെൻ്റ് ചെയ്യാനും കഴിയും. അതേപോലെ തന്നെ അടുത്തടുത്ത 2 മെമ്പേഴ്സ് തമ്മിൽ CH2ൻ്റെ വ്യത്യാസവും ഉണ്ടായിരിക്കും. ഇങ്ങനെയുള്ള കോമ്പൗണ്ട്സിൻ്റെ സീരീസിനാണ് ഹോമലോഗസ് സീരീസ് എന്ന് പറയുക.
ദെൻ ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആൻസ് ഓർത്ത് വെക്കേണ്ടതാണ്. ദ മെമ്പേഴ്സ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ബൈ എ ജനറൽ ഫോമുല. ദെൻ സക്സസീവ് മെമ്പേഴ്സ് ഡിഫർ ബൈ എ CH2 ഗ്രൂപ്പ്. അതായത് ഈ മെമ്പേഴ്സിനെ നമുക്കൊരു ജനറൽ ഫോമുല യൂസ് ചെയ്തിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. ദെൻ അടുത്തടുത്ത മെമ്പേഴ്സ് തമ്മിൽ CH2വിൻ്റെ വ്യത്യാസമായിരിക്കും ഉണ്ടാവുക, CH2 ഗ്രൂപ്പിൻ്റെ. ദെൻ മെമ്പേഴ്സ് ഷോ സിമിലാരിറ്റി ഇൻ കെമിക്കൽ പ്രോപ്പർട്ടീസ്. അതായത് ഒരു ഹോമോലോഗസ് സീരീസിൽ വരുന്ന മെമ്പേഴ്സൊക്കെ കെമിക്കൽ പ്രോപ്പർട്ടിയിൽ സിമിലാരിറ്റി കാണിക്കും. ദർ ഈസ് എ റെഗുലർ ഗ്രഡേഷൻ ഇൻ ദെയർ ഫിസിക്കൽ പ്രോപ്പർട്ടി. അതായത് ഫിസിക്കൽ പ്രോപ്പർട്ടിയിൽ ക്രമമായൊരു മാറ്റം കാണിക്കുന്നതാണ് പറയുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണുള്ളത്. ദ മോളിക്കുലർ ഫോമുല ഓഫ് സം ഹൈഡ്രോ കാർബൺസ് ആർ ഗിവൺ ബിലോ. C2H4, C2H6, C3H4, C3H8. വിച്ച് ഓഫ് ദീസ് കോമ്പൗണ്ട് ബിലോങ് ടു ദ സെയിം ഹോമലോഗസ് സീരീസ്. അപ്പോൾ ഇവയിൽ ഏതാണ് സെയിം ഹോമലോഗസ് സീരീസിൽ വരുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഹോമലോഗസ് സീരീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൽക്കെയിൻ, ആൽക്കീൻ, ആൽക്കൈൻസ് ഇവയൊക്കെ ഹോമലോഗസ് സീരീസാണ്. കാരണം ഇവയെ നമുക്കൊരു ജനറൽ ഫോമുല യൂസ് ചെയ്തിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. ഇവരുടെ സക്സസീവ് മെമ്പേഴ്സ് തമ്മിൽ CH2വിൻ്റെ വ്യത്യാസം ഉണ്ടായിരിക്കും. അത്രയൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അപ്പോൾ ഇത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ സെയിം ഹോമലോഗസ് സീരീസിൽ വരുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ C2H6ഉം C3H8ഉം, അതായത് ഇത് രണ്ടും ഒരു ഹോമലോഗസ് സീരീസിൽ വരുന്നതാണ്. ക്വസ്റ്റ്യൻ ബി, റൈറ്റ് ദ ജനറൽ ഫോമുല ഓഫ് ദിസ് ഹോമലോഗസ് സീരീസ്. അതായത് നമുക്കറിയാം ഈ ഹോമലോഗസ് സീരീസ് ആൽക്കൈൻ കാറ്റഗറിയിൽ വരുന്നതാണ്. അതായത് കാർബണിൻ്റെ ടോയ്സ് എടുക്കുക. C2H6 എന്ന് പറയുമ്പോൾ 2 × 2 4 ആണ്. അതിനോട് 2 ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 6 ആണ് കിട്ടുക. ദെൻ C3H8 3 × 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 6 ആണ്. അതിനോട് 2 ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 8 ആണ്. അപ്പോൾ ഈ രണ്ടും ആൽക്കൈൻ കാറ്റഗറിയിലാണ്. അപ്പോൾ അതിൻ്റെ ജനറൽ ഫോമുല പറഞ്ഞിട്ടുണ്ടെങ്കിൽ CnH2n+2. The molecular formula hydrocarbon that belong to the same homologous series are given below. സെയിം ഹോമലോഗസ് സീരീസിൽ വരുന്ന ചില ഹൈഡ്രോകാർബൺസിൻ്റെ മോളിക്കുലർ ഫോമുല തന്നിട്ടുണ്ട്. C2H2, C3H4, C4H6. ദെൻ അവിടെ A, B എന്ന് പറഞ്ഞ ടേം ഫില്ല് ചെയ്യാനാണുള്ളത്. അപ്പോൾ നമുക്കറിയാം സെയിം ഹോമലോഗസ് സീരീസിൽ വരുന്ന സക്സസീവ് മെമ്പേഴ്സ് തമ്മിൽ CH2വിൻ്റെ വ്യത്യാസമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ C4H6 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തത് വരുന്നത് C5H8 ആയിരിക്കും. നെക്സ്റ്റ് B എന്ന് പറഞ്ഞിട്ട് വരുന്ന അടുത്ത CH2വിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഒരു കാർബണും 2 ഹൈഡ്രജനുമാണ് കൂടുന്നത്. അപ്പോൾ C6H10 ആയിരിക്കും. അവിടെ അതിൽ A ക്വസ്റ്റ്യൻ റൈറ്റ് ദ മോളിക്കുലർ ഫോമുല ഓഫ് ദി കോമ്പൗണ്ട്സ് A ആൻഡ് B ആണ്. ആ എയും ബിയും എന്താണെന്നാണ് കേട്ടോ ഞാനിപ്പോൾ പറഞ്ഞത്. C5H8ഉം B എന്ന് പറഞ്ഞാൽ C6H10 ആയിരിക്കും. ടു വിച്ച് കാറ്റഗറി ഡു ദീസ് കോമ്പൗണ്ട് ബിലോങ്. ഇവ ഏത് കാറ്റഗറിയിലായിരിക്കും വരുന്നത്? ആൽക്കൈൻ അല്ലായിരിക്കും വരുന്നത്. ALKYNE. വാട്ട് ഈസ് ദെയർ ജനറൽ ഫോമുല? CnH2n-2. ദെൻ അതിലെ D ക്വസ്റ്റ്യൻ വരുന്നത് ഡ്രോ ദ സ്ട്രക്ചർ ഓഫ് ദ കോമ്പൗണ്ട് A എന്ന് പറഞ്ഞ കോമ്പൗണ്ടിൻ്റെ സ്ട്രക്ചർ എന്ന് വരയ്ക്കാനാണ് പറഞ്ഞത്. അപ്പോൾ A എന്ന് പറഞ്ഞാൽ C5H8 ആണ്. അപ്പോൾ 5 കാർബൺ വരയ്ക്കുക. അതിലെന്തുണ്ടാവും? ആൽക്കൈൻ ആയതുകൊണ്ട് ഫസ്റ്റ് കാർബണിൽ ട്രിപ്പിൾ ബോണ്ട് ഉണ്ടാവും. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇന്നത്തോടുകൂടി ഈ ഒരു ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.